ഒരുപാട് മക്കൾക്ക് കൊമേഴ്സ് താല്പര്യമുണ്ട്, പക്ഷെ വീട്ടിൽ നിന്ന് വിടൂല. അവരോട് എന്താ സാറിന് പറയാനുള്ളത്? എടാ ഇത്രയും A+ ഉണ്ടല്ലോ, ഇത്രയും മാർക്ക്, നീ എന്തിനാ വെറുതെ കൊമേഴ്സിലേക്കെല്ലാം പോകുന്നത്, അപ്പൊ സയൻസ് എടുത്താൽ പോരെ എന്ന് ചോദിക്കും. അപ്പം കഴിഞ്ഞ ദിവസം എനിക്കൊരു ക്വസ്റ്റ്യൻ എങ്ങനെയാ, അവർക്ക് മാത്സ് പേടിയാണ്. അപ്പോൾ ഈ നമ്മുടെ കൊമേഴ്സിൽ മാത്സ് ഇല്ലാതെ പഠിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടോ? നമുക്ക് ആക്ച്വലി എത്ര സാലറി വരെ കിട്ടും? തമാശക്കായിട്ടും പറയാമല്ലോ, തമാശക്കാര് പറയാം. എന്തായാലും നമുക്ക് നമ്മൾ CA കാരുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്, അവർ ടീച്ചേഴ്സിനെ നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി നമുക്കൊരു CA കാരന് എല്ലാവരും ചോദിക്കുന്നത് എത്രയാണ് സാലറി, CA കാരന് ഒപ്പിനാണ് പൈസ. അക്കൗണ്ടൻസി, ബിസിനസ്, എക്കണോമിക്സ് ഇങ്ങനെയുള്ള സബ്ജക്റ്റുകളൊന്നും മക്കൾ ഇതുവരെ കണ്ടു പരിചയമില്ല. ആ സബ്ജക്റ്റിനെ കുറിച്ച് ഒരു ചെറിയൊരു ഷോർട്ടായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ എന്താ പറയാ? ഹായ് മക്കളെ, ഫൈസൽ സാറാണ്. നമ്മളെ 10ാം ക്ലാസ് കഴിഞ്ഞ ഒരുപാട് മക്കൾ ഇപ്പം ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്ന ഒരു മൊമെൻ്റാണ് സയൻസ് എടുക്കണോ, കൊമേഴ്സ് എടുക്കണോ, ഹ്യൂമാനിറ്റീസ് എടുക്കണോ. ഇതിലെ ഓരോ ഫീൽഡുകളിലേക്ക് നമ്മൾ പോകുന്ന സമയത്തും നമ്മൾ എന്തൊക്കെയാണ് കാത്തു നിൽക്കുന്നത്, ഓരോ ഏരിയകളിലേക്ക് പോകുന്ന സമയത്തും അങ്ങനെ ഭയങ്കരമായ കൺഫ്യൂഷൻ നമ്മൾ അടിച്ച് നിൽക്കുന്നുണ്ടായിരിക്കും. ഇതിൽ നമുക്ക് കൊമേഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിലുകൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് അറിഞ്ഞാലോ? അതിനുവേണ്ടി നമ്മുടെ കൊമേഴ്സ് ഫാക്കൽറ്റി ആയിട്ട് നമ്മുടെ ബബി സാർ നമ്മുടെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. സോ ബബി സാർ, എന്തായാലും താങ്കൾക്ക് വെൽക്കം. താങ്ക് യു സാർ. നമ്മുടെ കൊമേഴ്സിനെ കുറിച്ചുള്ള മക്കൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ആണ്. കാരണം ഏറ്റവും കൂടുതൽ അവർ ആലോചിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരുപാട് മക്കൾക്ക് കൊമേഴ്സ് താല്പര്യമുണ്ട്, പക്ഷെ വീട്ടിൽ നിന്ന് വിടൂല. അവരോട് എന്താ സാറിന് പറയാനുള്ളത്? തീർച്ചയായും നമുക്ക് ഈ ചോദ്യം എനിക്ക് വന്നിട്ടുണ്ട് ആക്ച്വലി. അപ്പോൾ ഒന്ന് നമുക്ക് സയൻസ് എടുക്കുക, കൊമേഴ്സ് എടുക്കുക, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് എടുക്കുക. പഴയ കാലത്തൊക്കെ ഈ A+ന്റെ എണ്ണം അല്ലെങ്കിൽ അതിനേക്കാട്ട് മുമ്പ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പ് അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ പാരൻസ് മേ ബി എടാ ഇത്രയും A+ ഉണ്ടല്ലോ, ഇത്രയും മാർക്ക്, നീ എന്തിനാ വെറുതെ കൊമേഴ്സിലേക്കെല്ലാം പോകുന്നത്, അപ്പോൾ സയൻസ് എടുത്താൽ പോരെ എന്ന് ചോദിക്കും. അപ്പം കഴിഞ്ഞ ദിവസം എനിക്കൊരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, അവർക്ക് കൊമേഴ്സ് ഫീൽഡാണ് പ്രൊഫഷണലി താല്പര്യം, മേ ബി CA, CMA, ACC ഒക്കെ ആയിരിക്കാം, പക്ഷെ നീ സയൻസ് എടുത്താൽ മതി എന്ന് വെച്ചാൽ 2 വർഷം കഴിഞ്ഞാൽ മേ ബി എൻ്റെ മനസ്സിട്ട് മാറിയാലോ, വേറെ ഫീൽഡ്. അപ്പോൾ സയൻസ് എടുത്തു കഴിഞ്ഞാൽ ഏത് ഫീൽഡിലേക്ക് പോകാൻ പറ്റും എന്നുള്ളതാണ് അവരുടെ ഒരു കൺസേൺ എന്ന് പറയുന്നത്. അപ്പോൾ കൊമേഴ്സ് ഫീൽഡ്, പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് കൊമേഴ്സ് ഫീൽഡ് സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾ ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റ് ഇപ്പോൾ കൊടുത്തിട്ടുണ്ടാവും. ഫസ്റ്റ് ചോയ്സിന് അവർ കൊമേഴ്സിനെ കൊടുക്കുന്നുണ്ട്. പിന്നീട് അവർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ സയൻസിന് പോവുക, അങ്ങനെയൊന്നുമില്ല, കൊമേഴ്സ് തന്നെ അവർ ഉറപ്പിച്ചു കഴിഞ്ഞു, അത് ഏതെങ്കിലും വിധമാണ് കൊമേഴ്സ്. അത് നമ്മുടെ നാട്ടിലൊരു വർത്തമാനമുണ്ട് ശരിക്കും. അവിടെ ഫുൾ A+ കിട്ടിയോ സയൻസ് മാത്രമേ എടുക്കാവൂ എന്നും, അതുപോലെ തന്നെ A+കളുടെ എണ്ണം കുറഞ്ഞാൽ നീ ഒരിക്കലും സയൻസ് എടുക്കരുത് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് മനുഷ്യരെ മാറ്റുന്ന ഒരു പരിപാടിയാണ് ശരിക്കും നമ്മുടെ മക്കളുടെ ഇൻട്രസ്റ്റിനെ പോലും എന്ത് ചെയ്യാറില്ല, അവിടെ നോക്കാറില്ല എന്നുള്ളതാണ്. എനിക്ക് ആക്ച്വലി സാറിനോട് അവിടെ ചോദിക്കാനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് ഇവർ കൊമേഴ്സിലേക്ക് സാറ് പോകണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൊമേഴ്സ് എടുത്താൽ അവർക്കുള്ള ഒരു ബെനിഫിറ്റ് എന്താണ്, അവരെ കാത്തു നിൽക്കുന്ന കാര്യം എന്താ സാർ? ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം, ഒരു A+ന്റെ എണ്ണം ഫുൾ A+ ആണെങ്കിൽ പോലും ആൾക്ക് സയൻസ് ഫീൽഡ് താല്പര്യമാണ്. ഒരു പ്രൊഫഷൻ ആണല്ലോ പ്രധാനമായിട്ടും. നമ്മൾ ഒരു +2 കഴിഞ്ഞാൽ പ്രൊഫഷൻ, ഇപ്പോൾ മേ ബി ഡോക്ടർ ആവാൻ ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ട്, എഞ്ചിനീയർ ആവാൻ ഒരുപാട് ആഗ്രഹമുണ്ട്, മറ്റു പ്രൊഫഷനിലേക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്, ആർമിയിൽ ജോയിൻ ചെയ്യാൻ ആൾക്കാരുണ്ട്, ആർമി ഓഫീസർ ആവാൻ താല്പര്യം ആൾക്കാരുണ്ട്. മേ ബി അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രൊഫഷൻ മേ ബി ഒരു ബിസിനസ് ആയിരിക്കും, എനിക്കൊരു ബിസിനസ് ചെയ്യണം. അപ്പം ആ ബിസിനസ് ചെയ്യുക എന്ന് പറയുമ്പോൾ തീർച്ചയായും അയാളുടെ ഒരു കൊമേഴ്സ് കണ്ടന്റ് മനസ്സിനുള്ളിൽ ഉണ്ടാകുന്നത് നല്ലതാണ്. മേ ബി ഒരു CA കാരനാവണം, കേട്ടിട്ടുണ്ട് അവർക്ക് ഈ കരിയർ ഗൈഡൻസ് ക്ലാസ്സുകൾ ഒരുപാട് കേട്ടിട്ട് CA കാരണം, ഒപ്പിന് പൈസയാണ് CA കാരന്, അങ്ങനെയാണെങ്കിൽ എനിക്ക് CA ആയാൽ മതി, അപ്പോൾ ഞാൻ കൊമേഴ്സിലേക്ക് പോവുകയാണ്. അപ്പോൾ A+ന്റെ എണ്ണം ഇവിടെ അത് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് പാരൻസ് അവരെ പറഞ്ഞേക്കുമ്പോൾ മേ ബി ഇത് നേരെ തിരിച്ചും ചിന്തിക്കാം നമുക്ക്. ഇപ്പോൾ ഒരു 7 A+ ഉള്ള കുട്ടിയാണ്, കുട്ടിക്ക് എന്തായാലും സയൻസ് പഠിക്കാൻ താല്പര്യമുണ്ട്, അപ്പോൾ എന്തെങ്കിലും ഇതിനെ അയാൾ സയൻസ് പഠിക്കട്ടെ അല്ലേ. അതുപോലെ തന്നെ ഫുൾ A+ ഉള്ള കിട്ടിയ കുട്ടിക്ക് തീർച്ചയായും അത് കൊമേഴ്സ് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവർ കൊമേഴ്സ് പഠിക്കട്ടെ എന്നുള്ള രീതിയിൽ കുട്ടിയുടെ ഫ്യൂച്ചർ അല്ലെങ്കിൽ കുട്ടിയുടെ താല്പര്യം എന്താണോ, സബ്ജക്റ്റ് എന്താണോ, അതിലേത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ. ഓക്കെ സാറേ, പിന്നെ ഒരുപാട് മക്കൾ കൊമേഴ്സ് എടുക്കാതിരിക്കാനുള്ള പേടിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും പേടിക്കുന്ന കാര്യമാണ് മാത്സിനോടുള്ള പേടിയാണ്. അവർക്ക് മാത്സ് പേടിയാണ്. അപ്പോൾ ഈ നമ്മുടെ ഈ കൊമേഴ്സിൽ മാത്സ് ഇല്ലാതെ പഠിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടോ? ഓക്കെ, നൈസ് ക്വസ്റ്റ്യൻ. നമുക്ക് എന്തായാലും പല കുട്ടികളും ഈ ചോദ്യം ചോദിക്കാറുണ്ട്. മാത്സ് പേടികളുണ്ട്, സയൻസും പേടിയുണ്ട്, അതുപോലെ തന്നെ കൊമേഴ്സിലേക്ക് മാത്സ് ആണോ, അങ്ങനെ നിങ്ങൾ വരുന്നില്ല, ഹ്യൂമാനിറ്റീസിലേക്ക് പോയിക്കോളാം. ഈ അക്കൗണ്ടൻസി ഒക്കെ കേൾക്കുന്ന സമയത്ത് ഫുള്ള് കാൽക്കുലേഷൻ. തീർച്ചയായും നമുക്ക് കൊമേഴ്സിന്റെ പല കുട്ടികളും പ്രശ്നം ഏതൊക്കെ സബ്ജക്ട് കോമ്പിനേഷൻ ആണെന്ന് അറിയില്ല. നമ്മൾ എത്ര സബ്ജക്ട് പഠിക്കാണ്ട് മേ ബി അവർ സ്കൂളിൽ എത്തിയും ചിന്തിക്കുന്നുണ്ടാവുക. 6 സബ്ജക്ട് നമുക്ക് പഠിക്കാനുള്ളത്, അതിൽ സയൻസിലും 6 സബ്ജക്ട് തന്നെയാണ്. നമുക്കറിയാം ആദ്യത്തെ 2 സബ്ജക്ട് പറയുക ലാംഗ്വേജുകളാണ്. ഇംഗ്ലീഷ് നമുക്ക് സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കാനുണ്ട്. പിന്നീട് 3 സബ്ജക്ട് കോർ പേപ്പേഴ്സ് എന്ന് പറയും. നമുക്ക് അക്കൗണ്ടൻസി, എക്കണോമിക്സ്, ബിസിനസ് സ്റ്റഡീസ്. പിന്നെ അവർക്കൊരു ഓപ്ഷണൽ പേപ്പറാണ് 6th പേപ്പർ. ആ ഓപ്ഷണൽ പേപ്പർ എന്ന് പറയുന്നത് കുട്ടിക്ക് ചൂസ് ചെയ്യാം. അത് ചൂസ് ചെയ്യേണ്ട ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് സ്കൂളിൽ എത്തിയതിന് ശേഷമല്ല അത് ചൂസ് ചെയ്യേണ്ടത്. നമ്മൾ സ്കൂളിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പേ അത് ചൂസ് ചെയ്യണം. കാരണം ആ സ്കൂളിൽ ആ ഒരു ഓപ്ഷൻ മാത്രമേ ഉണ്ടാവും. എന്ന് വെച്ചാൽ ഓരോ സ്കൂളുകൾക്കും സ്പെഷ്യലൈസ് ചെയ്തിട്ട് ഓപ്ഷനുകളാണ്. അപ്പോൾ ദാറ്റ് മീൻസ് നമ്മളിപ്പോൾ ഒരു A എന്ന് പറയുന്ന സ്കൂൾ ഉണ്ടെങ്കിൽ അവിടെ ഓപ്ഷൻ പേപ്പർ മാത്സ് ആയിരിക്കും, കൊമേഴ്സിൽ മാത്സ് ഉണ്ടായിരിക്കും. പക്ഷേ തൊട്ടപ്പുറത്ത് സെയിം ടൗണിൽ തന്നെ തൊട്ടപ്പുറത്ത് സ്കൂളിലാണെങ്കിൽ അത് കൊമേഴ്സ് വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആയിരിക്കും. തൊട്ടപ്പുറത്ത് സ്കൂളിൽ ചിലപ്പം സ്റ്റാറ്റിസ്റ്റിക്സ് ആയിരിക്കും, അല്ലെങ്കിൽ പൊളിറ്റിക്സ് ആയിരിക്കും.
അപ്പോൾ ഓരോ സബ്ജക്ട് കോമ്പിനേഷനും ഓരോ ഓപ്ഷണൽ പേപ്പേഴ്സ് ഉണ്ട്. അത് മാത്സ് ഉണ്ട്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കോമേഴ്സ് ഉണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് ഉള്ള കോമേഴ്സ് ഉണ്ട്, പൊളിറ്റിക്സ് ഉള്ള കോമേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ അലോട്ട്മെന്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ ആയിരിക്കും കുട്ടികളെ ശ്രദ്ധിച്ചിട്ടുണ്ടാവുക മാത്സ് ഉള്ള സ്കൂളുകൾ താല്പര്യമില്ലെങ്കിൽ കൊടുക്കരുത്, മാത്സ് ഇഷ്ടമല്ല കൊടുക്കുക. കാരണം സെയിം മാത്സിനാണ് പഠിക്കാനുള്ളത്, അതേ സയൻസിൽ അതേ മാത്സിനാണ് പഠിക്കാനുള്ളത്, ക്വസ്റ്റ്യൻ പേപ്പർ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ മാത്സ് താല്പര്യമുള്ള കുട്ടി തീർച്ചയായും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുള്ള സ്കൂളിൽ പോയിട്ട് എന്ത് ചെയ്യണം, ഈ ആപ്ലിക്കേഷന് പ്രയോറിറ്റി കൊടുക്കണം. അപ്പോൾ ചില കുട്ടികൾ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ അവർ നേരെ കൊമേഴ്സിന് അപ്ലൈ ചെയ്യുന്നു, സബ്ജക്ട് കോമ്പിനേഷൻ നോക്കാതെ ക്ലാസ് തുടങ്ങിയപ്പോൾ മനസ്സിലാവും മാത്സിൻ്റെ ടീച്ചർ ക്ലാസ്സിലേക്ക് വരുന്നു, പെട്ടു, അയ്യോ ഇവിടെ മാത്സ് ഉണ്ടോ, മാത്സിന് വീക്കാണ്. ഇല്ലെങ്കിൽ നേരെ തിരിച്ചുകൊണ്ട്, കാരണം മാത്സ് ഇഷ്ടമുള്ള കുട്ടികളുണ്ട്, കാരണം പ്രൊഫഷണൽ കോഴ്സിലേക്ക് പോകുമ്പോൾ നല്ലതാണ്, മാത്സ് ഇഷ്ടമുള്ള മാത്സ് ഉള്ള സ്കൂളുകൾ സെലക്ട് ചെയ്ത് കുട്ടികൾ ജോയിൻ ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ കൊമേഴ്സ് ഒരു കുട്ടി എടുത്തു വിചാരിക്കാം, ആ കുട്ടിക്ക് എത്താൻ പറ്റുന്ന മാക്സിമം സ്കോപ്പ് ഉള്ള ഒരു ഏരിയ ഏതാണ് എന്ന് വെച്ചാൽ അവരുടെ സാലറി ബേസിൽ ഇപ്പൊ ഏറ്റവും കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യം അത് തന്നെയാണ്. ഏറ്റവും കൂടുതൽ സാലറി ഉള്ള ജോബ് ഏറ്റവും ചെറിയ പ്രായത്തിൽ കിട്ടുമെന്നാണ് എല്ലാവരും ട്രൈ ചെയ്യുന്ന കാര്യം. പ്രൊഫഷണൽ കോഴ്സ് ആയിരിക്കും സാർ ഉദ്ദേശിച്ചത്. ഇപ്പൊ നോർമലി ഏറ്റവും വലിയ തെറ്റിദ്ധാരണ, കാരണം നമ്മൾ സയൻസ് പഠിച്ചാൽ അല്ലെങ്കിൽ പഠിച്ചാലാണ് നമ്മളൊരു ഡോക്ടർ ആവുന്നു, അതൊരു പ്രൊഫഷനാണ്, നമുക്കൊരു ബോർഡ് വെക്കാൻ പറ്റും അല്ലേ, വീടിന് മുമ്പിൽ ഒരു ബോർഡ് വെക്കാൻ പറ്റും, അയാൾ എഞ്ചിനീയർ ആണെന്ന് പറയും, അല്ലെങ്കിൽ അയാൾ ഇന്നതാണെന്ന് പറയും, ഒരു പ്രൊഫഷനിലേക്ക് അയാൾ എത്തിപ്പെടുന്നു. നോർമൽ ഒരു ഡിഗ്രി BSc ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി എന്ന് പറയുന്നത് പോലെ കൊമേഴ്സുകാരും ഒരു BCom എടുക്കുക അല്ലെങ്കിൽ BBA എടുക്കുക, എന്നിട്ട് MBAക്ക് പോവുക അല്ലെങ്കിൽ MCOMലേക്ക് പോവുക, അത് ഒരു നോർമൽ അക്കാഡമിക് ലൈഫ് മാത്രമേ അവർക്കുള്ളൂ എന്നുള്ള തെറ്റിദ്ധാരണ പലപ്പോഴും നമ്മളെ പാരൻസിൻ്റെ എടുക്കും, കുട്ടികൾക്കേർക്കുണ്ട്. അപ്പോൾ ഇതിലൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഇപ്പം കുറച്ചുകൂടി പോപ്പുലർ ആയതുകൊണ്ടാണ് നമുക്ക് ഹോർഡിങ്സ് എല്ലാം കാണാൻ പറ്റുന്നത്. കാരണം കൊമേഴ്സിൻ്റെ പ്രൊഫഷണൽ കോഴ്സുകളുണ്ട്, ആ പ്രൊഫഷണൽ കോഴ്സുകൾ ആക്ച്വലി അവർ എത്രയും പെട്ടെന്ന് ജോബിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഈവൻ +2 കൊമേഴ്സ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യും, അതിലേക്ക് അട്രാക്റ്റ് ആവാൻ പറ്റും. അതിന് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കോഴ്സ് എല്ലാവർക്കും അറിയുന്ന പോലെ CA തന്നെയാണ്. ഒരു CA കാരനാവുക, ഒരു CMA അല്ലെങ്കിൽ ACCA കോഴ്സുകൾ, CMA ഇന്ത്യ, CMA USA, ഇത്തരത്തിലുള്ള ഒരുപാട് പ്രൊഫഷണൽ കോഴ്സുകൾക്ക് അവൈലബിൾ ആണ്. അപ്പം ഒരു കൊമേഴ്സ് എടുത്തുകൊണ്ട് ഞാനൊരു നോർമൽ ഡിഗ്രി ആയി പോവില്ല, എനിക്കൊരു പ്രൊഫഷൻ ആവാൻ പറ്റും വിത്തിൻ ഒരു ഷോർട്ട് പീരീഡ്, അതായത് മിനിമം ഏജ്. അല്ല, അവരങ്ങനെ ഇപ്പോൾ ഒരു CA CMA SCCA ഒക്കെ എടുക്കാൻ വിചാരിക്കാം, ഒരു ചെറിയ പ്രായത്തിൽ തന്നെ അവരൊരു പ്രൊഫഷനൊക്കെ എത്തി. ഇപ്പോൾ നമ്മുടെ പല റീലുകളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്, ഇപ്പോൾ CS ഒട്ടിച്ച കമ്പനി സെക്രട്ടറിയുടെ പോസ്റ്റേഴ്സ് ഒട്ടിച്ച കാറുകളുണ്ട്, CAയുടെ പോസ്റ്ററുകൾ ഒട്ടിച്ച കാറുകൾ, അതൊക്കെ ഭയങ്കര ഒരു പ്രസ്റ്റീജിയസ് ആയിട്ട് കാണുന്നതാണ്. അവർക്ക് ആക്ച്വലി എത്ര സാലറി വരെ കിട്ടും? തമാശക്കായിട്ടും പറയാനും തമാശക്കാര് പറയാം. എന്തായാലും നമുക്ക് നമ്മൾ CA കാരുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്, അവർ ടീച്ചേഴ്സായിട്ട് നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി നമുക്കൊരു CA കാരന് എല്ലാവരും ചോദിക്കുന്നത് എത്രയാണ് സാലറി, CA കാരന് ഒപ്പിനാണ് പൈസ, ഓരോരുത്തർ ഒപ്പിടാൻ വരുന്നു, നമ്മൾ ഒപ്പിടുന്നു, പൈസ ഇങ്ങ് വാങ്ങി വെക്കുന്നു, ഇങ്ങനെയൊക്കെയാണ് പല ആൾക്കാരുടെയും ഒരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത്. ഒപ്പിന് പൈസയാണ്, അതിൽ യാഥാർത്ഥ്യമുണ്ട്. അപ്പം പക്ഷേ ഒരു CA കാരൻ്റെ ഒരു സാലറി അല്ലെങ്കിൽ അയാളുടെ ഒരു പേയ്മെൻറ്റ് സാലറി എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരു കമ്പനിയിൽ നമ്മളൊരു 1 മന്ത് വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ 1 ഇയറിലേക്ക് ഇത്രയാണ് നിങ്ങളെ പാക്കേജ് എന്ന് പറയുന്നതാണ് ഒരു സാലറി നമ്മളെ മനസ്സിലുണ്ടാവുക. അത് മേ ബി ഒരു 50 ആവാം, 1 lakh ആവാം, 2 lakh ആവാം. പക്ഷേ ഒരു CA എന്ന് പറയുന്നത് അയാളുടെ ഒരു പ്രൊഫഷനാണ്. അയാൾ തീർച്ചയായും അതിന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഒരുപാട് പറയാനുണ്ട്. ഒപ്പിനാണ് പൈസകൾ സത്യമാണ്, പക്ഷേ നമ്മൾ എത്രയാണോ ഒരു CA കാരൻ്റെ ഒരു ആനുവൽ പേയ്മെൻറ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യും, ഇപ്പോൾ സാർ എത്രയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് വെച്ചാൽ ആ എക്സ്പെക്ട് ചെയ്യുന്നതിനെക്കാട്ടും എത്ര ഇരട്ടിയാണ് അയാളുടെ സാർ എക്സ്പെക്ട് ചെയ്യുന്നത് എത്രയാണോ അത്ര ഇരട്ടിയാണ്. എന്ന് വെച്ചാൽ 5 ലക്ഷം ഞാൻ എക്സ്പെക്ട് ചെയ്യാണ്, അതിനെക്കാട്ടും മുകളിലാണ്, അതിനെക്കാട്ടും മുകളിലാണ് പെർ മന്ത് അയാൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. അത്രയും വലിയ സ്കോപ്പുള്ള ഒരു ഏരിയ ആണ് ആക്ച്വലി കൊമേഴ്സ് എന്ന് പറയുന്നത്. ഉറപ്പായിട്ടും. ഇനി ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ആക്ച്വലി വലിയ വലിയ ക്യാമ്പസുകളെ കുറിച്ചിട്ടൊക്കെ കേൾക്കാറുണ്ട്. ഇപ്പോൾ ഒരുപാട് മക്കൾ ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും അല്ലാന്നുണ്ടെങ്കിൽ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വലിയ ക്യാമ്പസുകൾ, IIT പോലെയുള്ള ക്യാമ്പസുകളെ കുറിച്ചിട്ടാണ് സെർച്ച് ചെയ്യാറുള്ളത്. അതുപോലെ കൊമേഴ്സ് പഠിച്ചൊരു കുട്ടിക്ക് അവർക്ക് എത്തിപ്പെടാൻ പറ്റുന്ന വലിയ ക്യാമ്പസുകളുണ്ടോ, വലിയ യൂണിവേഴ്സിറ്റികൾ അവർ വെയിറ്റ് ചെയ്യുന്നത്? തീർച്ചയായും നമ്മൾ ഒരു കൊമേഴ്സ് പ്രൊഫഷൻ ആവുന്ന സമയം അല്ലെങ്കിൽ ഒരു കൊമേഴ്സ് ഒരു നോർമലിലേക്ക് പോകുന്ന സമയത്ത് നമ്മളിപ്പോൾ പറയാം അവരൊരു സാധാരണ കോളേജ് പഠിക്കും, നമ്മളിപ്പോൾ ഒരു ഗുരുവായൂരപ്പൻ കോളേജ് പഠിക്കുന്നു അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ കോളേജ് പഠിക്കുന്നു, ആ രീതിയിൽ അവരുടെ കോളേജ് മൈൻഡ് അങ്ങനെ ആയിരിക്കാം അല്ലേ. അതേസമയം സയൻസ് കുട്ടികൾ പഠിക്കുന്ന അത്തരത്തിലുള്ള സാറ് പറഞ്ഞുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്നു, വലിയ ക്യാമ്പസുകൾ പഠിക്കുന്നു. അപ്പോൾ തീർച്ചയായും കൊമേഴ്സുകാർ പോകുന്ന സ്ഥലത്ത് IIM പോലുള്ള ക്യാമ്പസുകൾ, അപ്പോൾ അത്തരത്തിലുള്ള വലിയ ക്യാമ്പസിലേക്ക് എത്തിപ്പെടാൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്, അപ്പോൾ ആ രീതിയിലേക്ക് അവർക്ക് എത്തിപ്പെടാൻ പറ്റാത്തുള്ള ക്യാമ്പസുകൾ അക്കാഡമിക് ലെവലിൽ പോകുകയാണെങ്കിൽ തീർച്ചയായും അവർക്കുണ്ട്. ബട്ട് കൊമേഴ്സിലേക്ക് കുറച്ചുകൂടി അട്രാക്റ്റ് ആവുന്നത് ഷോർട്ട് പീരീഡ് തന്നെ അവർ പ്രൊഫഷൻ ആയിക്കൊണ്ട് നല്ല ഏർണിങ്സ് അവർ നല്ലൊരു ഏജിൽ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. ദെൻ പ്രൊഫഷനിൽ ഇങ്ങനെ അത് കയറിയും പോവുക ചെയ്യുന്നത്, അവരൊരു പാക്കേജിൽ നിൽക്കുന്നില്ല എന്നുള്ളതാണ്, അവർ കയറി മുകളിലേക്ക് പോവുക ചെയ്യുന്നത്. അപ്പം അത് ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ തീർച്ചയായും അതിലേക്ക് എത്തണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ വലിയ വലിയ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു സാർ ആക്ച്വലി ഡിസ്കസ് ചെയ്യേണ്ടായി. ഇനി നമുക്ക് നമ്മുടെ ഈ +1 കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ +1 വരുന്ന സമയത്ത് ഇപ്പോൾ സാറ് പറഞ്ഞ സബ്ജക്റ്റ് ഇപ്പോൾ അക്കൗണ്ടൻസി, ബിസിനസ്, എക്കണോമിക്സ്, ഇങ്ങനെയുള്ള സബ്ജക്റ്റുകളൊന്നും മക്കൾ ഇതുവരെ കണ്ടു പരിചയമില്ല. ആ സബ്ജക്റ്റിനെ കുറിച്ച് ഒരു ചെറിയൊരു ഷോർട്ടായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ എന്താ പറയുക? ഓക്കെ, അടിപൊളി ക്വസ്റ്റ്യൻ. അതായത് നമ്മളിപ്പം പറയാം, ഇപ്പോൾ ചിലപ്പോൾ കുട്ടികളെ പേടിപ്പിക്കാറുണ്ട്, എടാ നിങ്ങൾ കൊമേഴ്സിലേക്ക് പോകുമ്പോൾ പുതിയ സാധനമാണ് പഠിക്കാനുള്ളത്, പുതിയ കാര്യം പഠിക്കാനുള്ളത് എന്ന് പറയാറുണ്ട്. അപ്പം
ആക്ച്വലി നമ്മളൊരു പുതിയ കാര്യം പഠിക്കുമ്പോൾ അതിന്റെ തുടക്കം മുതൽ പഠിക്കണമല്ലോ. നമ്മളിപ്പോൾ ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് പോയിട്ട് അല്ലെങ്കിൽ ഹിന്ദി ഇപ്പോഴത്തെ സ്റ്റേറ്റ് സിലബസിൽ നമ്മൾ ഹിന്ദി പഠിക്കുന്നത് 5th സ്റ്റാൻഡേർഡ് മുതലാണ്. അപ്പോൾ 1, 2, 3, 4 ക്ലാസ്സിലൊക്കെ ഹിന്ദി അറിയില്ല. അപ്പോൾ ഹിന്ദി അവിടെ നിന്ന് ബേസിക് മുതൽ പഠിക്കുകയാണ് അവർ. ആക്ച്വലി അതുപോലെ തന്നെ കൊമേഴ്സിന്റെ +1 ക്ലാസ് എന്ന് പറയുന്നത് കൊമേഴ്സിന്റെ 1ാം ക്ലാസ്സാണ്, ബേസ് ക്ലാസ് ആണ്. ഇപ്പോൾ അക്കൗണ്ടൻസി ആയിക്കോട്ടെ, അക്കൗണ്ടൻസി അവർ പഠിക്കാൻ പോകുന്നത് ABCD നമ്മൾ എങ്ങനെയാണ് പഠിച്ചത് അതേപോലെ +1 ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോവുകയാണ് കൊമേഴ്സിലെ അക്കൗണ്ടൻസി ആയാലും എക്കണോമിക്സിന് ചെറിയൊരു കണക്ഷൻ അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ ബിസിനസ് സ്റ്റഡി ആണെങ്കിലും, കാരണം ഈ 3 സബ്ജക്റ്റ് കോർ പേപ്പേഴ്സ് നമ്മൾ പറയാം. നമ്മുടെ കൊമേഴ്സിന് കോർ പേപ്പേഴ്സ് ആണ്. ഈ ഒരു അക്കൗണ്ടൻസി മാത്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് കൂടുതലായിട്ട്. അതെ, അക്കൗണ്ടൻസി എന്ന് പറയുമ്പോൾ നമുക്കറിയാം മാത്സ് ഉണ്ടോ പല കുട്ടികളും ചോദിക്കാറുണ്ട്. അപ്പോൾ അക്കൗണ്ടൻസി ഏതുള്ള മാത്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മാത്സിന് ഒരുപാട് ചാപ്റ്റേഴ്സ് നമ്മൾ +1 +2 കുട്ടികൾ 10ാം ക്ലാസ്സിൽ കുട്ടികൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പം സർക്കിൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത്തരമുള്ള ചാപ്റ്റേഴ്സ് പഠിക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ഈ മാത്സ് ആണോ അക്കൗണ്ടൻസിക്കകത്തുള്ളത്. അക്കൗണ്ടൻസി എന്ന് പറഞ്ഞാൽ ഒരു ഫേമിൻ്റെ പ്രോഫിറ്റ് ലോസ് ഇതൊക്കെയാണ്. അപ്പോൾ അവിടെ എമൗണ്ടുകളുണ്ട്. ഐ മീൻ നമ്മളവിടെ നമ്പേഴ്സ് അല്ല പറയുക, അവിടെ എമൗണ്ടുകളാണ് പറയുക. ഇപ്പോൾ ഒരു 1 lakh 2 lakh 3 lakh അല്ലെങ്കിൽ 1,050 സം പെർസെൻറ്റേജസ് ഇങ്ങനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അവിടെയാണ് നമ്മളൊരു മാത്സിലാണ് നമ്പേഴ്സ് നമ്മൾ കണക്ട് ചെയ്യില്ലേ, അത് നമ്പേഴ്സ് ആയിട്ട് നമ്മൾ മൾട്ടിപ്ലൈ. ഇവിടെ നമ്മൾ ക്യാഷ് അല്ലെങ്കിൽ എമൗണ്ടിലേക്കാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, എമൗണ്ടിലൂടെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പം മാത്സ് അക്കൗണ്ടൻസി ഈ ബന്ധം എന്ന് പറയുന്നത് നമുക്ക് വേണ്ടത് മാത്സ് എന്ന് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ അറിയാമോ, ലെസ് ചെയ്യാൻ അറിയാമോ, മൾട്ടിപ്ലൈ ചെയ്യാൻ അറിയാമോ, ഡിവിഷൻ അറിയാമോ, ഈ 4 അരിത്തമെറ്റിക്കൽ പ്രോസസ്സ് മാത്രം മതി അക്കൗണ്ടൻസിക്കകത്ത്. ആൻഡ് ദ ക്യാൻ യൂസ് കാൽക്കുലേറ്റർ. അവർക്ക് ധൈര്യമായിട്ട് ക്ലാസ്സിൽ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. കൂട്ടാൻ അറിയില്ലേ, നിങ്ങൾക്ക് ഞെക്കാൻ അറിയോ, കാൽക്കുലേറ്റർ യൂസ് ചെയ്തെങ്കിൽ ചെയ്യാം, ഒരു 10 എമൗണ്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എക്സാം ഹാളിൽ നമുക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റും. തീർച്ചയായും ഈ സെയിം കാൽക്കുലേറ്റർ എക്സാം ഹാളിൽ യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പം കാൽക്കുലേറ്റർ യൂസ് ചെയ്തുകൊണ്ടായിരിക്കും അക്കൗണ്ടൻസി നമ്മൾ പഠിക്കുന്നത്. അതുപോലെ തന്നെ മാത്സ് അപ്ലൈ ചെയ്യുന്നില്ല, മാത്സിൻ്റെ അരിത്തമെറ്റിക്കൽ ബേസിക് പ്രോസസ്സ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. അക്കൗണ്ടൻസി എന്ന് പറയുന്ന ഒരു തിയറമാണ്, അത് നമ്മൾ അപ്ലൈ ചെയ്യണം, ഒരു ഫേമിനകത്ത് അപ്ലൈ ചെയ്യണം. ഇതിൽ നമ്മുടെ കൊമേഴ്സിൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് സൈലം എവിടെ വരെ നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്? വെറും +1 +2 മാത്രമാണോ സൈലത്തിലുള്ള പ്ലാൻ എന്ന് പറയുന്നത്, അതോ അതിനുശേഷം സൈലത്തിൻ്റെ സപ്പോർട്ടിങ് കൊമേഴ്സിലെ മക്കൾക്ക് വേണ്ടി സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്? യെസ്, അപ്പം നമുക്കൊരു കൊമേഴ്സിൻ്റെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് നോക്കാം. കൊമേഴ്സിൻ്റെ സപ്പോർട്ട് പല കുട്ടികളും നമുക്കറിയാം +1 പബ്ലിക് എക്സാമാണ്, +2 പബ്ലിക് എക്സാമാണ്. അപ്പോൾ പല കുട്ടികളും അല്ലെങ്കിൽ പാരൻസും അലേർട്ട് ആവുന്നത് +2 എത്തുമ്പോഴായിരിക്കും. അപ്പോൾ SSLC ജൂൺ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളെ പാരൻസ് പറയും, എടാ ഈ പ്രാവശ്യം എന്താണ് കല്യാണ പരിപാടിയെല്ലാം നിർത്തിക്കോ, എല്ലാം ഫോണിൽ കളി നിർത്തിക്കോ എന്ന് പറയും. അതുപോലെ തന്നെ ഈ സെയിം പാരൻസോ അല്ലെങ്കിൽ നമ്മുടെ സർക്കിളിൽ ആൾക്കാർ പറയുന്നത് +2 എത്തുമ്പോഴേ, എടാ ഈ പ്രാവശ്യം +2 ആണ് ശ്രദ്ധിക്കണം എന്ന് പറയും. ബട്ട് കൊമേഴ്സിലേക്ക് വരുന്ന ഒരു കുട്ടി, അത് സയൻസ് ആണെങ്കിലും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് +1 ആണ്. കാരണം +1 ദേ ആർ ഗോയിങ് ടു സ്റ്റഡിങ് ദ ന്യൂ സബ്ജക്ട്സ് ലൈക്ക് അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡി, എക്കണോമിക്സ് പോലുള്ള പുതിയ സബ്ജക്റ്റ് പഠിക്കുമ്പോൾ ആ ബേസ് ഫൗണ്ടേഷൻ, നമ്മളൊരു വീട് എടുക്കുന്ന പോലെ ഫൗണ്ടേഷൻ ആണ് ശരിക്കും +1 കൊമേഴ്സ് എന്ന് പറയും. അവിടെയാണ് നമ്മൾ കൂടുതൽ അറ്റാച്ച് ആവേണ്ടത്, അവിടെയാണ് കൂടുതൽ എഫേർട്ട് എടുക്കേണ്ടത്. അതിൻ്റെ മേലെയാണ് +2 വരുന്നത്. അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് +1 അക്കൗണ്ടൻസിയുടെ കണ്ടിന്യൂഷൻ +2 അക്കൗണ്ടൻസി. അപ്പോൾ +1 ഒന്നും പഠിക്കാതെ ബേസ് ABCD പഠിക്കാതെ നമ്മൾ വലിയ സെൻറ്റൻസ് പോയാൽ എങ്ങനെ ഉണ്ടാവും, അതേപോലെ +1 ആണ് കുട്ടി എഫേർട്ട് എടുക്കേണ്ടത്. അതിന് സൈലം പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്കറിയാം ഓൺലൈൻ ബാച്ചുകളാണ്. ഓൺലൈൻ ബാച്ച് നമുക്കറിയാം 10th അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്ത കുട്ടികളുണ്ടായിരിക്കും. അവർക്കുള്ള ഓൺലൈൻ ബാച്ചിൻ്റെ പേര് യുവ എന്നാണ്. യുവ ബാച്ചിലൂടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അത്രയും നല്ല സപ്പോർട്ട് നമുക്ക് കൊടുക്കുന്നുണ്ട്. ദെൻ സാറ് ചോദിച്ച പോലെ കണ്ടിന്യൂഷൻ എന്താണ്? അപ്പോൾ സൈലം എന്ന് പറയുന്നത് കൊമേഴ്സിന് വെറും ഒരു ട്യൂഷൻ സപ്പോർട്ട് മാത്രം നൽകുന്ന ഒരു സ്ഥാപനമെല്ലാം അറിയാം. സൈലം കൊമേഴ്സ് പ്രോ എന്ന് പറയുന്നത് അടുത്തൊരു സ്റ്റേജാണ്. കുട്ടി +1 +2 സൈലത്തിൻ്റെ കൂടെ യുവ ബാച്ചിലൂടെ പഠിക്കുമ്പോൾ തന്നെ കുട്ടിക്ക് എന്താണോ പ്രൊഫഷണൽ കരിയർ ആവേണ്ടത്, അതായത് CA CM ACCA പോലുള്ള കോഴ്സ് ആയിക്കോട്ടെ, മറ്റേതെങ്കിലും കോഴ്സ്, അതിൻ്റെ ഇൻപുട്ട് കൂടെ അവർക്ക് കിട്ടുകയും ദെൻ ആഫ്റ്റർ +2 ഇമ്മീഡിയറ്റ് അവർക്ക് എന്ത് ചെയ്യാം, ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ വിത്ത് ഓഫേഴ്സ് അല്ലേ, വിത്ത് കൺസിഡറേഷൻ. അപ്പോൾ നമുക്ക് അവിടെ കൺസിഡറേഷൻ കിട്ടും, നമ്മളെ കുട്ടിയാണല്ലോ. അതോടുകൂടി അവർക്ക് CA ആയാലും ACCA ആയാലും CMA ആയാലും ആ കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്തുകൊണ്ട് അവർക്ക് പ്രൊഫഷനിലേക്ക് എത്തിപ്പെടാൻ പറ്റും. ഈ കോഴ്സുകളൊക്കെ നമ്മൾ ഓൺലൈനിലും ഓഫ്ലൈനിലും കൊടുക്കുന്നുണ്ട് ഒരേ സമയത്ത്. CA ഓൺലൈനും ഓഫ്ലൈനും ഉണ്ട്, ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ക്യാമ്പസ് നമുക്കറിയാം കോഴിക്കോടാണ്. അപ്പോൾ ആ രീതിയിൽ കൃത്യമായ കുട്ടികളെ കൊമേഴ്സിലെ +1ലേക്ക് എത്തുമ്പോൾ അവരുടെ പ്രൊഫഷനാക്കി പുറത്തിറക്കാനാണ് കൊമേഴ്സ് സൈലം പ്രൊവൈഡ് ചെയ്യുന്നത്. സോ മക്കളെ, നമ്മുടെ കൊമേഴ്സിലുള്ള എല്ലാ കൺഫ്യൂഷൻസും മക്കളുടെ ഇത് ക്ലിയർ ആയി ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇനി എന്തെങ്കിലും മക്കൾക്ക് കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കൺഫ്യൂഷൻസുകൾ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മാത്രം മതി. ബാക്കിയുള്ള റിപ്ലൈസുകളെല്ലാം തന്നെ അവിടെ കിട്ടും. സോ നമുക്ക് നന്നായിട്ട് പഠിക്കാം.